അധ്യായം 13. പ്രായോഗിക ചിന്ത എന്ന വലിയ മിഥ്യാധാരണ. ഞാൻ നിന്നോട് എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം പറയാം. ഇന്ത്യയിലെ ബാംഗ്ലൂർ എന്ന നഗരത്തിൽ വെച്ചാണ് ഞാൻ വിഷ്ണുവിനെ പരിചയപ്പെടുന്നത്. കാഴ്ചയിലും സംസാരത്തിലും മതിപ്പുളവാക്കുന്ന പ്രകൃതമായിരുന്നു വിഷ്ണുവിൻ്റേത്. താനൊരു ഡോക്ടറാണെന്നും തന്റെ പിതാവ് ജോർജ് ബുഷിന്റെ ഫിസിഷ്യൻ ആയിരുന്നുവെന്നും അയാൾ എന്നോട് പറഞ്ഞു. കൗമാരകാലത്ത് പിതാവുമായി വഴക്കുണ്ടാക്കി വീട് വിട്ടുപോയ ആളാണത്രേ വിഷ്ണു. ഞാൻ ചോദിക്കാതിരുന്നിട്ടും അയാൾ തന്റെ ഡാഡി ബുഷിന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോയും ലോറ ബുഷ് ഡാഡിക്ക് അയച്ച പേഴ്സണൽ ഇമെയിലും കാണിച്ചു. അമേരിക്കൻ എംബസി ഉദ്യോഗസ്ഥരുമായി തനിക്കുള്ള ബന്ധത്തെക്കുറിച്ചും ഇന്ത്യയിൽ ആർക്കെങ്കിലും US വിസ ലഭിക്കണമെങ്കിൽ അത് ലഭ്യമാക്കാൻ തനിക്കുള്ള സ്വാധീനത്തെക്കുറിച്ചും അദ്ദേഹം സംസാരത്തിനിടയിൽ സൂചിപ്പിച്ചു. ആരോടാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മാസം $90 ആയിരുന്നു അന്നെന്റെ വരുമാനമെങ്കിലും എന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടാകുമെന്ന് ഞാൻ എപ്പോഴും ഉറച്ചു വിശ്വസിച്ചിരുന്നു. വിഷ്ണുവിനെ കണ്ടുമുട്ടിയത് എന്റെ അവസാനത്തെ അവസരമാണെന്ന് എനിക്ക് തോന്നി. നിരവധി ഇന്ത്യക്കാർക്ക് US കുടിയേറണമെന്ന ആഗ്രഹമുണ്ട്. അവരുടെ അടുത്ത് നിന്ന് ഒരു കൺസൾട്ടന്റ് ഫീസ് വാങ്ങി വിഷ്ണുവിന്റെ സഹായത്തോടെ അവരെ US അയക്കാൻ പറ്റും. ഒപ്പം എന്നെയും US പോകാൻ വിഷ്ണു സഹായിക്കും. ഒടുവിൽ എന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ വിഷ്ണുവിനെ എന്റെ ബാംഗ്ലൂരിലുള്ള വീട്ടിലേക്ക് കൊണ്ടുവന്നു. 60 ചതുരശ്ര അടിയുള്ള മുറിയെ വീടെന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ. ഞാൻ എന്റെ സുഹൃത്ത് ടിറ്റോയോട് ഈ വലിയ അവസരത്തെക്കുറിച്ച് പറഞ്ഞു. പക്ഷെ പുള്ളിക്ക് ആകെ സംശയമായിരുന്നു. അവൻ ചോദിച്ചു, വിഷ്ണുവിന് ഇത്രയും പറ്റുമെങ്കിൽ അതവന് തനിയെ ചെയ്താൽ പോരെ? എന്തിനാണ് നിന്റെ ആവശ്യം? അതൊരു നല്ല ചോദ്യമായിരുന്നു. ഒരബദ്ധം ഒഴിവാക്കാനായി ഞാൻ വിഷ്ണുവിനെ ഞങ്ങളുടെ ചെറിയ പട്ടണത്തിലെ ഏറ്റവും അതീന്ദ്രിയ ജ്ഞാനമുള്ള വിശ്വാസിയായ ഡെയ്സിയുടെ അടുത്ത് കൊണ്ടുപോയി. ഞാനും ഡോക്ടർ വിഷ്ണുവും ചേർന്ന് ലോകത്ത് സമാധാനമുണ്ടാക്കാനായി വലിയ കാര്യങ്ങൾ ചെയ്യുന്നത് ഡെയ്സി തന്റെ മനക്കണ്ണിൽ കണ്ടു. കഷ്ടം തന്നെ നിന്റെ കാര്യം എന്റെ ടിറ്റോ തോമസ്. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് വളരുന്നതിൽ നിനക്ക് അസൂയുണ്ടല്ലേ? ഞാൻ എത്ര ഭാഗ്യവാനാണ്, ഞാൻ മനസ്സിൽ പറഞ്ഞു. 3 ആഴ്ചയ്ക്ക് ശേഷം ഇന്ത്യയിലെ തന്നെ മറ്റൊരു നഗരമായ ചെന്നൈയിലേക്ക് എന്റെ സുഹൃത്ത് ബിനോയിയുമായി പോയി. ഏറ്റവും അടുത്ത് US എംബസി ഉണ്ടായിരുന്നത് അവിടെയായിരുന്നു. ബിനോയിയോടൊപ്പം ഞാൻ വിഷ്ണുവിനെ ഒരു നക്ഷത്ര ഹോട്ടലിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് ഞാനൊരു ബ്രീഫ് കേസിൽ $5000 വിഷ്ണുവിന് കൊടുത്തു. അയാൾ ഞങ്ങൾക്കുള്ള ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് മുറിയിൽ കാത്തിരിക്കാൻ പറഞ്ഞു. എംബസിയിൽ അയാൾക്ക് പരിചയമുള്ള ആളെ കണ്ട് നാളെ തന്നെ ഇന്റർവ്യൂവിനുള്ള കാര്യങ്ങൾ ശരിയാക്കാനാണെന്ന് പറഞ്ഞ് അയാൾ മുറിയിൽ നിന്ന് പുറത്തുപോയി. ഞങ്ങൾ സ്വാദിഷ്ടമായ ഭക്ഷണവും കഴിച്ച് മുറിയിൽ കാത്തിരുന്നു. വരാനിരിക്കുന്ന നല്ല ജീവിതവും സ്വപ്നം കണ്ട്. ഡോക്ടർ വിഷ്ണുവിനെ കാണാനായത് എത്ര വലിയ ഭാഗ്യമാണെന്ന് ഞങ്ങൾ കരുതി. ഞങ്ങൾ അയാളുടെ വ്യക്തിപ്രഭാവത്തിൽ പൂർണ്ണമായും വീണു. ഈ ആശയം എനിക്ക് എന്തേ നേരത്തെ തോന്നാത്തത്? 1 മണിക്കൂർ കഴിഞ്ഞിട്ടും ഒന്നും സംഭവിച്ചില്ല. ബിനോയ്ക്ക് അല്പം ആശങ്ക തോന്നി തുടങ്ങി. ഒരു പേടിയും വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ അയാളെ ആശ്വസിപ്പിച്ചു. ട്രാഫിക്കിൽ പെട്ടുപോയതായിരിക്കും. ഞാൻ സെൽഫോണിൽ അയാളെ വിളിച്ചു. പക്ഷെ വിഷ്ണു എന്റെ കോൾ എടുത്തില്ല. ആ കോൾ മാത്രമല്ല, പിന്നീട് വിളിച്ച 10 കോളുകളും. മിനിറ്റുകൾ മണിക്കൂറുകളായതുപോലെ തോന്നി. ഡോക്ടർ വിഷ്ണുവിന്റെ ഒരു വിവരവുമില്ല. എനിക്ക് പറഞ്ഞറിയിക്കാനാകാത്ത നാണക്കേട് തോന്നി. ബിനോയ് ആണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലും. നാണക്കേട് കൊണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. നാടുവിടാൻ വരെ തോന്നി. പണം നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതലായി താൻ പറ്റിക്കപ്പെട്ടെന്ന് നാട്ടിൽ അറിഞ്ഞാലുള്ള നാണക്കേടോർത്ത് ബിനോയ് ആകെ അസ്വസ്ഥനായി. അതുകൊണ്ട് ഞാൻ അവൻ ആ പണം തിരിച്ചു കൊടുക്കണമെന്നും ഇത് മറ്റാരും അറിയരുതെന്നും അവൻ പറഞ്ഞു. എനിക്കത് അംഗീകരിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ലായിരുന്നു. കാരണം ഞാനാണല്ലോ അവനെ ഈ അവസ്ഥയിലെത്തിച്ചത്. അതേ ദിവസം രാത്രി എന്റെ അമ്മ ഒരു സ്വപ്നം കണ്ടു. ഒരു കടുവ എന്നെ കൊല്ലാനായി ഓടിക്കുന്നതായിരുന്നു സ്വപ്നം. എന്റെ അമ്മയും അച്ഛനും രാത്രി മുഴുവൻ എഴുന്നേറ്റിരുന്ന് ഞാൻ സുരക്ഷിതനായി തിരിച്ചെത്തുന്നത് കാത്ത് പ്രാർത്ഥിച്ചു. ഞാൻ വീട്ടിലെത്തി നടന്നതെല്ലാം പറഞ്ഞു. പക്ഷേ അവരെന്നെ കുറ്റപ്പെടുത്തിയില്ലെന്ന് മാത്രമല്ല, കഴിയാവുന്നതുപോലെ പിന്തുണയ്ക്കുകയും ചെയ്തു. അവരെ പോലെയുള്ള മാതാപിതാക്കളെ കിട്ടിയത് എത്ര ഭാഗ്യം. ഞാൻ ബിനോയ്ക്ക് ഗഡുക്കളായി പല വർഷങ്ങളായി പണം കൊടുത്തു തീർത്തു. എന്നാൽ എന്റെ ഏറ്റവും വലിയ നഷ്ടം $5000 ആയിരുന്നില്ല. വലിയ സ്വപ്നങ്ങൾ കാണുന്നതിന് പകരം പ്രായോഗികമായി ചിന്തിക്കാൻ തുടങ്ങിയതായിരുന്നു. സ്വപ്നങ്ങളുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഘാതകനാണ് പ്രായോഗിക ചിന്തയെന്ന് ഞാൻ കരുതുന്നു.
ആദ്യത്തെ ദിവസം ഞാൻ സോഫി എന്ന ആമയെക്കുറിച്ച് പറഞ്ഞത് ഓർമ്മയില്ലേ? അന്ന് നീ പറഞ്ഞു മുയലുമായി ഓട്ടമത്സരം നടത്തി വിജയിക്കുന്നത് പ്രായോഗികമല്ലെന്ന്. അതെ, ഇപ്പോഴും ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു. കാരണം അത് അവളുടെ ജൈവികമായ അവസ്ഥയാണ്. എങ്ങനെയായാലും അത് മാറ്റാനാകില്ല, പോസിറ്റീവ് ചിന്ത കൊണ്ടും. നീ പറഞ്ഞത് ശരിയാണ്, അവൾ പ്രായോഗികമായി ചിന്തിച്ചിട്ടുണ്ടാകില്ല. പക്ഷെ അവൾ ശുഭാപ്തി വിശ്വാസിക്കാരിയായിരുന്നു. അവൾ എനിക്ക് മനസ്സിലാകുന്നില്ല, അപ്രായോഗികമായി ചിന്തിക്കുന്ന ഒരാൾ എങ്ങനെയാണ് വിജയിക്കുന്നത്? ഞാൻ നിനക്ക് ശുഭാപ്തി വിശ്വാസത്തിന്റെയും പോസിറ്റീവ് ചിന്തയുടെയും എന്റേതായ നിർവചനങ്ങൾ പറഞ്ഞു തരാം. എന്റെ അഭിപ്രായത്തിൽ സാഹചര്യങ്ങളെയും സംഭവങ്ങളെയും കാര്യമായി ഉൾക്കൊള്ളാതെ അവയുടെ നല്ല വശം മാത്രം വ്യാഖ്യാനിക്കുന്ന ഒരു മനോഭാവമാണ് ശുഭാപ്തി വിശ്വാസം. ശുഭാപ്തി വിശ്വാസിയായ വ്യക്തി എപ്പോഴും നല്ല ഫലം മാത്രമേ കാണുകയുള്ളൂ. റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ അതവൾ മനസ്സിൽ ചെറുതാക്കി കാണുന്നു. എന്നാൽ ഫലം പോസിറ്റീവ് ആണെങ്കിൽ അതവർ പർവ്വതീകരിക്കുന്നു. എല്ലാം നിശ്ചിത സമയത്ത് പോസിറ്റീവ് ആകുമെന്ന് ശുഭാപ്തി വിശ്വാസക്കാരൻ ചിന്തിക്കണമെന്നില്ല. അപ്പോൾ പോസിറ്റീവ് ചിന്തയോ? ഞാൻ ചോദിച്ചു. ആളുകളുടെ, സംഭവങ്ങളുടെ, ജീവിതത്തിന്റെ എല്ലാ നല്ല വശങ്ങൾ മാത്രം കാണുന്ന മനോഭാവമാണ് പോസിറ്റീവ് തിങ്കിങ്. ഒരു പോസിറ്റീവ് ചിന്തകൻ ലോകത്തെ പോസിറ്റീവ് മനോഭാവത്തോടെ മാത്രം കാണുകയും എല്ലാവരെയും എല്ലാറ്റിനെയും വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇതാണ് ദോഷൈക ദൃക്കുകൾക്ക് ശുഭാപ്തി വിശ്വാസക്കാരുടെ കാര്യത്തിലുള്ള പ്രധാന പരാതി. അവർ പറയുന്നത് ഞാൻ പ്രായോഗികമായി ചിന്തിക്കുകയും പ്രായോഗിക തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന ബുദ്ധിമാനായ ആളാണ്. അവർ ചിന്തിക്കുന്നതോ എല്ലാ ശുഭാപ്തി വിശ്വാസക്കാരും അന്ധമായ പോസിറ്റീവ് ചിന്തകരാണെന്നാണ്. അവർ പോസിറ്റീവ് ചിന്തകരായിരിക്കാം, അല്ലാതായിരിക്കാം. ഞാൻ നെറ്റി ചുളിച്ചു. എനിക്ക് അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായി മനസ്സിലായിട്ടില്ല. എങ്ങനെയാണ് ഒരാൾ ശുഭാപ്തി വിശ്വാസി ആയിരിക്കുകയും എന്നാൽ അയാൾ പോസിറ്റീവ് ചിന്തകൻ അല്ലാതായിരിക്കുകയും ചെയ്യുന്നത്? എനിക്കത് മനസ്സിലായില്ല. ഞാനത് വ്യത്യസ്തമായി പറഞ്ഞു തരാൻ ശ്രമിക്കാം. അർജുൻ തന്റെ കസേര തിരിച്ചിട്ട് എന്റെ നേരെ ഇരുന്നിട്ട് പറഞ്ഞു, ഏത് സാഹചര്യത്തിലും നാം അബോധ മനസ്സിൽ ചോദിക്കുന്നത് 2 ചോദ്യങ്ങളാണ്. ഇപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ ഭാവിയിലെ അർത്ഥം എന്താണ്? ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം പോസിറ്റീവ്, നെഗറ്റീവ് ചിന്തകളാണ്. രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ശുഭാപ്തി വിശ്വാസവും അശുഭാപ്തി വിശ്വാസവുമാണ്. ആ ലോകത്തിൽ 4 തരം ആളുകളുണ്ട്. ആദ്യത്തേത് പോസിറ്റീവ് ചിന്തകരായ ശുഭാപ്തി വിശ്വാസികളാണ്. ഒരു സംരംഭകയ്ക്ക് ഗുരുതരമായ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെന്ന് കരുതുക. ഒരു പോസിറ്റീവ് ചിന്തകയായ ശുഭാപ്തി വിശ്വാസി ചിന്തിക്കുന്നത് ഇത് ഐതിഹാസിക വിജയം നേടാനുള്ള എന്റെ യാത്രയുടെ ഭാഗമാണ്. അവസാനം എല്ലാം നന്നായി വരും. വളരെ വിജയിയായ ഒരു സംരംഭക ആകുക എന്നതാണ് എന്റെ വിധി. എന്തു തന്നെ ആയാലും ഞാൻ അവിടെ എത്തുക തന്നെ ചെയ്യും. അതൊരു അതിശയോക്തിയാണ്, ഞാൻ കണ്ണുകൾ കറക്കിക്കൊണ്ട് പറഞ്ഞു. അതെ, അത് ഭാവനയുടെ അതിശയോക്തിയാണ് ലിൻഡ. അർത്ഥമുണ്ടാക്കുന്ന യന്ത്രങ്ങളാണ് മനുഷ്യൻ. നിങ്ങളുടെ ഭാവന ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏതർത്ഥവും സൃഷ്ടിക്കാം. അത് പിന്നീട് നിങ്ങളുടെ ഭൗതികമായ യാഥാർത്ഥ്യമായി മാറും. സ്ഥിരമായ ഭാവനയിലൂടെ നിങ്ങൾക്ക് എന്തും സൃഷ്ടിക്കാനാകും. ലോകത്തിലെ ഏറ്റവും വിജയികളായ ആളുകൾ ഇങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ ഇപ്പോഴത്തെ വെല്ലുവിളികളെ തങ്ങളെ ശാക്തീകരിക്കാനുള്ള അവസരമായി കാണുന്നു, അതായത് പോസിറ്റീവ് ചിന്ത. ഒപ്പം ദീർഘകാല അവസരങ്ങൾ അനന്തമായി കാണുന്നു, അതാണ് ശുഭാപ്തി വിശ്വാസം. അവർ ഒരേ സമയം പോസിറ്റീവും അതേസമയം ശുഭാപ്തി വിശ്വാസികളുമാണ്. ഞാനതിനോട് യോജിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അർജുനെ ശ്രദ്ധയോടെ കേട്ടു. മറ്റൊരു കൂട്ടർ പോസിറ്റീവ് ചിന്തകരായ ദോഷൈക ദൃക്കുകളാണ്. എല്ലാറ്റിനെയും ഏറ്റവും മോശമായത് മാത്രം കാണുന്നവരാണ് ദോഷൈക ദൃക്കുകൾ. അവർ ആളുകളിലെയും സംഭവങ്ങളിലെയും ജീവിതത്തിലെയും മോശം വശത്ത് മാത്രമായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നേരത്തെ പറഞ്ഞ ആ സ്ത്രീ പോസിറ്റീവ് ചിന്തകയായ ദോഷൈക ദൃക്കാണെങ്കിൽ അവൾ അവളോട് തന്നെ ഇങ്ങനെയായിരിക്കും പറയുന്നത്: സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളത് എനിക്ക് നല്ലതാണ്, ഞാൻ പണം ചിലവിടുന്നത് കുറയ്ക്കുമല്ലോ. പക്ഷെ ഈ ബിസിനസ് കെട്ടിപ്പടുക്കാൻ ഞാൻ എൻ്റെ മുഴുവൻ സമ്പാദ്യവും എൻ്റെ ജീവിതവും ചിലവഴിച്ചു. ഒന്നുമില്ലാതെ ആയിരിക്കും ഞാൻ മരിക്കുന്നത്. തന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ അവർ പോസിറ്റീവായാണ് കാണുന്നതെങ്കിലും ഞാൻ കടത്തിൽ മരിക്കുമെന്ന ചിന്ത വഴി അവർ വിഷം കുടിക്കുകയാണ്. മൂന്നാമത്തെ ആളുകൾ പ്രായോഗിക ദോഷൈക ദൃക്കുകളാണ്. നേരത്തെ പറഞ്ഞ സ്ത്രീ ഇതേ വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിൽ ഇങ്ങനെയായിരിക്കും അവർ പറയുന്നത്: ഇത് ഭയാനകമാണ്, ഞാൻ കാര്യങ്ങളെ പ്രായോഗികമായി കാണുന്ന ആളാണ്,
എന്റെ തീരുമാനങ്ങൾ കൊണ്ട് എന്റെ കുട്ടികൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകരുതെന്ന് ഞാൻ ഉറപ്പുവരുത്തും. അതുകൊണ്ട് എന്റെ പണം മുഴുവൻ നഷ്ടപ്പെടുന്നതിന് മുൻപ് ഞാൻ അവരുടെ കോളേജ് ഫീസ് മുഴുവൻ അടയ്ക്കും. നിർഭാഗ്യവശാൽ ഞാൻ ഒന്നുമില്ലാതെ ആയിരിക്കും മരിക്കുന്നത്. ദോഷൈകതൃക്കായതിനാൽ അവൾ ഒന്ന് ശ്രമിക്കാൻ പോലും മെനക്കെടുന്നില്ല. അവൾ ശ്രമം ഉപേക്ഷിച്ചു കഴിഞ്ഞു. എന്റെ തല താഴ്ന്നു. ഞാൻ ദോഷൈകതൃക്കും നെഗറ്റീവുമായിരുന്നിരിക്കണം. അതുകൊണ്ടാണല്ലോ ബീച്ചിൽ പോയി ജീവിതം അവസാനിപ്പിക്കാൻ ഒരുങ്ങിയത്. നാലാമത്തെയും അവസാനത്തെയും ആളുകൾ, അദ്ദേഹം തുടർന്നു, അവരാണ് പ്രായോഗിക ശുഭാപ്തി വിശ്വാസികൾ. നമ്മുടെ ആദ്യം പറഞ്ഞ സ്ത്രീ പ്രായോഗിക ശുഭാപ്തി വിശ്വാസിക്കാരിയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും പറയുന്നത്: എനിക്ക് ബിസിനസ്സിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതിൽ വിഷമമുണ്ട്. പക്ഷെ ഞാനൊരു ബുദ്ധിയുള്ള സ്ത്രീയാണ്. മറ്റുള്ളവരെ സഹായിക്കുകയും സ്വയം സന്തോഷം കണ്ടെത്തുകയുമാണ് എന്റെ ദൗത്യം. എനിക്ക് മറ്റുള്ളവരെ സഹായിക്കുകയും ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടക്കുകയും വേണം. എന്റെ അഭിനിവേശത്തിലൂടെയും ഇച്ഛാശക്തിയിലൂടെയും ഞാൻ എന്റെ ലക്ഷ്യങ്ങളിലേക്ക് അടുക്കും. സോഫി എന്ന ആമയില്ലേ, അവൾ പോസിറ്റീവ് തിങ്കിങ് ഒപ്റ്റിമിസ്റ്റ് ആയിരുന്നു. അർജുൻ പറഞ്ഞു നിർത്തി. ലിൻഡ, നിനക്കിത് സങ്കല്പിക്കാൻ പറ്റുമോ? മുയലുമായി ഓട്ടമത്സരം നടത്താൻ ഒരു ആമ മുന്നോട്ട് വരുന്നു. എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ അത്? മണിക്കൂറിൽ 45 കിലോമീറ്റർ വേഗതയുണ്ട് മുയലിന്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള ആമയ്ക്ക് പോലും മണിക്കൂറിൽ 1 കിലോമീറ്റർ വേഗതയുള്ളൂ. അതൊരു അന്ധമായ ധൈര്യമായിരുന്നു. ഇപ്പോൾ എനിക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. ഞാൻ എന്റെ സീറ്റിന്റെ കൈകളിൽ വിരലുകൾ അടിച്ചുകൊണ്ട് പറഞ്ഞു, അതൊരിക്കലും അമിതമായ ശുഭാപ്തി വിശ്വാസമല്ല. ഞാൻ നിനക്കൊരു ഉദാഹരണം കൂടി പറഞ്ഞു തരാം. ഞാൻ തലയാട്ടി. എയർ ഹോസ്റ്റസ് കുറച്ച് കാപ്പിയും സ്നാക്സും തന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. ഞാൻ വിൻഡോയിൽ കൂടി പുറത്തേക്ക് നോക്കിയിരുന്നു. നമുക്കൊരു പൂന്തോട്ടത്തെ പറ്റി സംസാരിക്കാം, അദ്ദേഹത്തിന്റെ ശാന്തമായ ശബ്ദം. നമുക്കറിയാം, ഏത് പൂന്തോട്ടത്തിലും നല്ല ഭംഗിയുള്ള പൂക്കൾക്കും പച്ചക്കറികൾക്കുമൊപ്പം കളകളും പൊങ്ങി വരും. പക്ഷെ എന്റെ പൂന്തോട്ടത്തിലില്ല, ഞാൻ പറഞ്ഞു. ഓ, നിന്റെ പൂന്തോട്ടത്തിൽ കളകൾ ഉണ്ടാകാറില്ലേ? അർജുന്റെ ശബ്ദത്തിൽ സംശയം. ഇല്ല, എന്റെ പൂന്തോട്ടത്തിൽ പൂക്കളും പച്ചക്കറികളും ഇല്ല. ഞാൻ അദ്ദേഹത്തിനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ പൂന്തോട്ടത്തിൽ കളകൾ മാത്രമേ ഉള്ളൂ. ആ ലിൻഡ, നീ എന്നെ ചുറ്റിക്കുകയാണല്ലേ. നീ ഒരു ദോഷേകതൃക്കല്ല, അദ്ദേഹം എന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്റെ ചിന്തകളും വികാരങ്ങളും ഇദ്ദേഹത്തിന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. ഞാൻ എന്നോട് തന്നെ ക്ഷമ ചോദിക്കേണ്ടിയിരിക്കുന്നു. അന്ന് ബീച്ചിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതൊന്നൊഴിച്ചാൽ ബാക്കി കൂടുതൽ സമയത്തും പ്രായോഗിക ചിന്താഗതിയുള്ള ശുഭാപ്തി വിശ്വാസിക്കാരിയായിരുന്നു ഞാൻ. ഓക്കെ, ഒരു പോസിറ്റീവ് ചിന്തകനായ ശുഭാപ്തി വിശ്വാസി കളകളിലും അവസരങ്ങളായിരിക്കും കാണുന്നത്. ഈ കളകൾ പറിച്ച് തെങ്ങിനിട്ടാൽ നല്ല വളമായിരിക്കുമല്ലോ എന്നവർ ചിന്തിക്കും. അവർ ആ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ ഇന്റലിജന്റ് ആക്ഷൻ എടുക്കും. അവർ എല്ലാവരിലും എല്ലാത്തിലും നല്ലതായിരിക്കും കാണുന്നത്. നല്ലതും മോശവും തമ്മിൽ തിരിച്ചറിയാൻ അവർ തന്റെ ഉൾവിളിയെ ആയിരിക്കും വിശ്വസിക്കുന്നത്. ശതകോടീശ്വരന്മാർ സാമ്പത്തിക മാന്ദ്യ സമയത്തും അവസരങ്ങളായിരിക്കും കാണുന്നത്. സർ ജോൺ ടെമ്പിൾട്ടൺ അതിന് നല്ലൊരു ഉദാഹരണമാണ്. 1939 യൂറോപ്പിൽ ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ജോൺ പണം കടം വാങ്ങി $1 അതിന് താഴെയോ ഓഹരി വിലയുള്ള 104 കമ്പനികളുടെ 100 ഷെയറുകൾ വീതം വാങ്ങി. അതിൽ നിന്ന് വൻ ലാഭം നേടി. പിൻകാലത്ത് അദ്ദേഹം ഒരു ബില്യണിയറായി മാറി. ഈ ഒരു മാനസികാവസ്ഥയിൽ നിങ്ങൾക്ക് വളരെയധികം അവസരങ്ങൾ ആകർഷിക്കാനാകും. നിങ്ങൾ ഈ വഴി തിരഞ്ഞെടുത്ത് ഒരു പോസിറ്റീവ് ചിന്തകയായ ശുഭാപ്തി വിശ്വാസി ആകുകയാണെങ്കിൽ കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ നിങ്ങളുടെ ഉൾവിളിക്ക് കാതോർക്കും. ഡോക്ടർ വിഷ്ണു എന്നെ ചതിച്ച സംഭവത്തിൽ ഞാനൊരു പോസിറ്റീവ് തിങ്കിങ് ശുഭാപ്തി വിശ്വാസി ആയിരുന്നെങ്കിലും ഞാൻ എന്റെ ഉൾവിളിയെ വിശ്വസിച്ചില്ല. പകരം ഞാൻ അയാളെ അന്ധമായി വിശ്വസിച്ചു. ഇതേക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത ഡെയ്സി ചേച്ചിയോടും അഭിപ്രായം ചോദിച്ചു. അയാൾ സത്യസന്ധനാണെന്ന് തെളിയിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. ഇത്രയും മിടുക്കനായ അർജുൻ തട്ടിപ്പിൽ വീണതോർത്ത് ചിരിക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അർജുൻ അത് മനസ്സിലായി. ആഹാ, നീ ശവത്തിൽ കുത്തുകയാണല്ലേ. ഇത്തരത്തിൽ മറ്റുള്ളവർക്ക് പറ്റിയ അബദ്ധങ്ങളിൽ നിന്ന് പഠിക്കുകയാണ് വേണ്ടത്. നമുക്കിനി പോസിറ്റീവ് ചിന്താഗതിയുള്ള ദോഷൈകതൃക്കിന്റെ പൂന്തോട്ടത്തിലേക്ക് പോകാം. ഇയാൾ ഒരു നെഗറ്റീവ് വ്യക്തിയാണ്. എന്നാൽ വരാനിരിക്കുന്ന ഭാവി കാലത്തേക്ക് നോക്കുമ്പോൾ അയാൾ വളരെ പോസിറ്റീവാണ്.
പക്ഷേ അയാൾക്ക് തന്റെ പൂന്തോട്ടത്തിലെ പ്രശ്നങ്ങൾ കാണാൻ കഴിയുന്നില്ല. അയാൾ ചിന്തിക്കുകയാണ്, ഞാൻ എന്റെ പൂന്തോട്ടത്തെ പരിചരിക്കും, പക്ഷെ എന്റെ ജീവിതം തകർച്ചയിലേക്കാണ് പോകുന്നത്. പക്ഷേ അയാൾക്ക് തന്റെ പൂന്തോട്ടത്തെക്കുറിച്ച് ഒരു ദീർഘകാല പദ്ധതിയില്ല. ഉയർന്ന മൂല്യമുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് ഈ വ്യക്തി തന്റെ മേശ അടുക്കിപ്പറക്കുന്ന തിരക്കിലാണ്. ഒടുവിൽ അയാളുടെ പൂന്തോട്ടത്തിൽ കളകളും ഉണ്ടാകില്ല, പൂക്കളും ഉണ്ടാകില്ല. നെഗറ്റീവ് ചിന്തകൾ മനസ്സിൽ കയറിക്കൂടിയ പ്രാഗ്മാറ്റിക് പെസിമിസ്റ്റിന് ഒരിടത്തും നല്ലത് കാണാൻ സാധിക്കില്ല. അവൾ കളകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതിനാൽ പൂന്തോട്ടത്തിലെ പൂക്കളെ കാണാനാകില്ല. അവൾ പറയുന്നു, തീർച്ചയായും എന്റെ പൂന്തോട്ടത്തിൽ കളകളാണ്. പ്രപഞ്ചം എന്നെ വെറുക്കുന്നു. എന്തുകൊണ്ടാണ് ദൈവം എനിക്ക് പൂക്കൾ തരാതെ കളകൾ മാത്രം തന്നത്? എല്ലായിടത്തും കളകൾ മാത്രം. ഇതെന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ പ്രായോഗികമായി ചിന്തിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് നല്ലൊരു പൂന്തോട്ടം കിട്ടാനുള്ള യാതൊരു സാധ്യതയുമില്ല. വെറുതെ സമയം കളയാമെന്നേ ഉള്ളൂ. പൂക്കൾ പൂക്കളയിൽ നിന്ന് വാങ്ങാം. എന്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു പോയി. എന്റെ ബോസ് ഒരു വൃത്തികെട്ടവനാണ്. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എന്റെ മാതാപിതാക്കൾ എന്നെ ഒരുപാട് വേദനിപ്പിച്ചിരുന്നു. ഇപ്പോഴാണെങ്കിൽ എന്റെ പൂന്തോട്ടത്തിൽ കളകളും. ആ, എന്റെ ജീവിതത്തിൽ ഒരു നല്ല കാര്യവും ഒരിക്കലും സംഭവിക്കില്ല. അതെ, എനിക്കതിൽ ചില കാര്യങ്ങൾ അറിയാം, ഞാൻ തലകുലുക്കിക്കൊണ്ട് പറഞ്ഞു. പ്രാഗ്മാറ്റിക് പെസിമിസ്റ്റ്, അർജുൻ തുടർന്നു. ഈ വികാരങ്ങളെ ഇങ്ങനെ തുടരാൻ അനുവദിക്കുമ്പോൾ അവൾക്ക് നിയന്ത്രണം നഷ്ടപ്പെടുന്നു. അവളുടെ ഉയർന്ന ബുദ്ധിശക്തി പോലും കടുത്ത നെഗറ്റിവിറ്റി മൂടി പ്രവർത്തിക്കാതെ വരുന്നു. അവളുടെ പൂന്തോട്ടത്തിൽ കളകൾ ഉള്ളതിന് ലോകത്തെ പഴിക്കേണ്ട കാര്യം എന്താണ്? അവരുടെ ബോസ് ശല്യക്കാരനാണെങ്കിൽ എന്ത്? ജോലി മാറിക്കൂടെ? അവളുടെ മാതാപിതാക്കൾ അവളെ തല്ലി വളർത്തിയെങ്കിൽ എന്ത്? ആ കളകളെല്ലാം പറിച്ചു കളഞ്ഞ് മുന്നോട്ടു പോകൂ. ഞാൻ പൊട്ടിച്ചിരിച്ചു. അതെ, പക്ഷേ എന്റെ ചിരി മാഞ്ഞു. എനിക്ക് നമ്മൾ ആദ്യമായി കണ്ടപ്പോഴുള്ള എന്റെ അവസ്ഥ ഓർമ്മ വരുന്നു. നാണക്കേട് കൊണ്ട് എന്റെ തല കുനിഞ്ഞു. അർജുൻ അർത്ഥവത്തായ ഒരു ചിരി എനിക്ക് സമ്മാനിച്ചു. ഏയ്, മുന്നോട്ടു പോകൂ ലിൻഡ. അത് പഴയ കാര്യമായിരുന്നു. ഇനി നീ അതിലേക്ക് ഒരിക്കലും തിരിച്ചു പോകുന്നില്ല, ശരിയല്ലേ? തീർച്ചയായും ഇല്ല. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? നെഗറ്റീവ് തിങ്കിങ്ങും പെസിമിസവും വ്യത്യസ്തമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതെ, നെഗറ്റീവ് ചിന്ത ഹ്രസ്വകാലത്തേക്കുള്ളതാണ്. എന്നാൽ പെസിമിസം അഥവാ അശുഭ പ്രതീക്ഷ നമ്മളെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന അർബുദമാണ്. രണ്ടും നിങ്ങളുടെ സ്വപ്നങ്ങളെ നശിപ്പിക്കുന്നവരാണ്, അർജുൻ പറഞ്ഞു. ഇനി നമുക്ക് പ്രായോഗികമായ ശുഭാപ്തി വിശ്വാസത്തിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ കളകളുണ്ട്, പക്ഷെ ഞാൻ അതൊക്കെ മാറ്റി പൂന്തോട്ടം നന്നാക്കാൻ പോവുകയാണ്. പ്രായോഗിക ചിന്താഗതിയുള്ള ശുഭാപ്തി വിശ്വാസി പറയുന്നു. ഇതിപ്പോഴത്തെ എന്നെ പോലെയുണ്ട്. പ്രായോഗിക ചിന്താഗതിയുള്ള ശുഭാപ്തി വിശ്വാസി എന്ന നിലയിൽ നീ പ്രശ്നങ്ങളെ കാണുന്നു, പ്രശ്നങ്ങളെ വിശകലനം ചെയ്യുന്നു, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുക, പക്ഷേ ഒട്ടകത്തെ കെട്ടുക. ആ രീതിയിൽ തുടരുന്നതിൽ ഒരു തെറ്റുമില്ല. നിനക്ക് ഒരുപാട് നല്ല അവസരങ്ങളെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ കഴിയും, അദ്ദേഹം എന്റെ നേരെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ ജീവിതത്തിലേക്ക് മഹത്തായ അവസരങ്ങളെ ആകർഷിക്കാൻ നിങ്ങൾ ഒന്നുകിൽ പോസിറ്റീവ് തിങ്കിങ് ഒപ്റ്റിമിസ്റ്റ് ആകണം. എന്നാൽ എല്ലാവർക്കും അത്രത്തോളം സാധിക്കണമെന്നില്ല. നിങ്ങൾക്കൊരു പോസിറ്റീവ് തിങ്കിങ് ഒപ്റ്റിമിസ്റ്റ് ആകാൻ സാധിച്ചില്ലെങ്കിൽ പ്രാഗ്മാറ്റിക് ഒപ്റ്റിമിസ്റ്റ് എങ്കിലും ആകണം. ഏതായാലും നിങ്ങൾ ശുഭാപ്തി വിശ്വാസിയാണ്. വിഷ്ണു എന്നെ പോസിറ്റീവ് തിങ്കിങ് ഒപ്റ്റിമിസത്തിൽ നിന്ന് പ്രാഗ്മാറ്റിക് ഒപ്റ്റിമിസത്തിലേക്ക് ദശകങ്ങളോളം തള്ളിവിട്ടു. ഞാൻ കുഴപ്പമില്ലാത്ത ചെറിയ ചെറിയ വിജയങ്ങൾ ഈ നിലയിൽ നേടി. പ്രാഗ്മാറ്റിസം എന്റെ വലിയ വളർച്ചയ്ക്ക് വിലങ്ങുതടിയാകുന്നത് വരെ അങ്ങനെ തന്നെ തുടർന്നു. നിങ്ങളെയും ഇതുപോലെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ തള്ളിവിട്ടിട്ടുണ്ടാകും. കൂടാതെ ഞാൻ എങ്ങനെ ചിന്തിക്കണമെന്നും ഞാൻ എങ്ങനെ ജീവിക്കണമെന്നും എത്രത്തോളം വിജയം എനിക്ക് ലഭിക്കണമെന്നും ഒരു തട്ടിപ്പുകാരൻ തീരുമാനിക്കുന്നത് എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് എന്റെ ഉൾവിളിയെ വിശ്വസിക്കാൻ പഠിക്കുകയും പോസിറ്റീവ് തിങ്കിങ് ഒപ്റ്റിമിസ്റ്റ് എന്ന നിലയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. അതാണ് എന്നെ വിജയിയാക്കിയതും ഇന്ന് കാണുന്ന നിലയിലേക്ക് എന്നെ എത്തിച്ചതും. വിമാനം നിലത്തിറക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോൾ എന്റെ പുതിയ ജീവിതത്തിലേക്കുള്ള തയ്യാറെടുപ്പ് പോലെയാണ് എനിക്ക് തോന്നിയത്. ഇന്ന് അർജുൻ സംസാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും സൂപ്പർ പ്രാക്ടിക്കലായി ചിന്തിക്കേണ്ട കാര്യമില്ല. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ എന്റെ തോളത്ത് നിന്ന് വലിയൊരു ഭാരം ഒഴിഞ്ഞു പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അതുപോലെ ഞാൻ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കേണ്ട കാര്യവുമില്ല. ഞാൻ ഇപ്പോൾ ഒരു പ്രാഗ്മാറ്റിക് ഒപ്റ്റിമിസ്റ്റ് ആയിരിക്കാം.
അപ്പോൾ പ്രശ്നത്തെ കാണാനും അതിനെ അംഗീകരിക്കാനും അത് പരിഹരിക്കാനുള്ള ചുവടുകൾ എടുക്കാനും സാധിക്കും. പിന്നീട് പോസിറ്റീവ് തിങ്കിങ് ഒപ്റ്റിമിസ്റ്റായി മാറാൻ ശ്രമിക്കാം. വിമാനം ഡെൻവറിൽ ഇറക്കാനുള്ള ലാൻഡിംഗ് നടത്തുകയാണെന്ന പൈലറ്റിന്റെ ശബ്ദം ഇന്റർകോമിലൂടെ വന്നു. അർജുൻ ബട്ടൺ അമർത്തി നല്ലൊരു യാത്ര സമ്മാനിച്ചതിന് അദ്ദേഹത്തിന് നന്ദി പറഞ്ഞു. ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ അല്പം ആശങ്കയോടെ ചോദിച്ചു. നീ നിന്റെ ലക്ഷ്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ 7 മുതൽ 10 മിനിറ്റ് വരെ നിന്റെ പവർ സെറമണിയുടെ ഭാഗമായ പ്രീ ക്രിയേഷൻ ചെയ്യണം. ഈ പ്രക്രിയയിലൂടെ നീ നിന്റെ വിജയം നേരത്തെ തന്നെ ആഘോഷിക്കണം. എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഓ, ഓക്കെ, അത് നാളത്തെ കാര്യം. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് നമ്മളിപ്പോൾ ലാൻഡ് ചെയ്തതിനു ശേഷമുള്ള കാര്യമാണ്. ഞാൻ അദ്ദേഹത്തിന്റെ നേരെ നോക്കി ചിരിച്ചു. ആ, എന്റെ ഡ്രൈവർ എന്നെ എയർപോർട്ടിൽ നിന്ന് കാറിൽ മീറ്റിങ്ങുകൾക്ക് എത്തിക്കും. അപ്പോൾ നീ ഉച്ചഭക്ഷണം കഴിക്കുക, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക. ഒപ്പം ഇന്ന് പഠിച്ച കാര്യങ്ങൾ നിന്റെ ബിസിനസ്സിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ചിന്തിക്കുക. ഞാൻ 3 മണിക്ക് തിരിച്ചെത്തിയിട്ട് നമുക്ക് അതിനെക്കുറിച്ച് തിരിച്ചുള്ള യാത്രയിൽ സംസാരിക്കാം. പക്ഷെ അതിനു മുമ്പ് ഇക്കാര്യങ്ങൾ നിന്റെ മനസ്സിൽ ഉറപ്പിക്കുന്നതിനായി ഇതെല്ലാം ഒന്ന് ചുരുക്കി പറയാം. ഇവിടെ വെച്ചോ? എങ്ങനെ? ചുറ്റും നോക്കിക്കൊണ്ട് ഞാൻ ചോദിച്ചു. അതെ, എന്തുകൊണ്ട് പാടില്ല? അദ്ദേഹം ചോദിച്ചു. നമുക്കിപ്പോൾ പവർ സെറമണി ഉപയോഗിച്ച് ആനന്ദത്തിലേക്ക് എത്തുകയും പ്രിക്രിയേഷൻ ചെയ്യുകയും ചെയ്യാം. സംഗീതം കേൾക്കുന്നത് ഈ പ്രക്രിയ ചെയ്യാൻ നമ്മളെ കൂടുതൽ പ്രചോദിപ്പിക്കും. ഭയങ്കര ആവേശത്തോടെ ഞാൻ പവർ സെറമണി ചെയ്യാനായി ചാടി എഴുന്നേറ്റു. അയ്യോ, എനിക്ക് ഉയരം കൂടുതലാണെന്ന യാഥാർത്ഥ്യം വിമാനത്തിന്റെ മേൽക്കൂര എന്നെ ഓർമ്മിപ്പിച്ചു. തല തിരുമ്മിക്കൊണ്ട് ചമ്മൽ പുറത്ത് കാണിക്കാതെ ഞാൻ പതിയെയിരുന്നു. അർജുൻ ചെറുതായൊന്ന് ചിരിച്ചു. സീറ്റിൽ നിവർന്നിരുന്ന് അഭിനിവേശത്തോടെ നിന്റെ ലക്ഷ്യം ഉറപ്പിച്ചു പറയുക. നമ്മൾ പ്ലെയിനിൽ അല്ലായിരുന്നുവെങ്കിൽ ഇത് ചെയ്യാൻ എഴുന്നേറ്റ് നിൽക്കാമായിരുന്നു. പക്ഷേ ഇവിടെ ആയിരുന്നതുകൊണ്ടും ലാൻഡ് ചെയ്യുകയായതുകൊണ്ടും ഇരുന്ന് ചെയ്താൽ മതി. തുടർന്നോളൂ. ശരി. ഞാൻ നിവർന്നിരുന്ന് കണ്ണുകൾ അടച്ച് ദീർഘനിശ്വാസമെടുത്തു. എനിക്ക് വലിയ ആശ്വാസവും പ്രതീക്ഷയും ലഭിക്കണം. എന്റെ സാമ്പത്തിക ഭാവി മാറ്റിമറിക്കാനുള്ള ആഴത്തിലുള്ള ആന്തരിക ഊർജം കിട്ടണം. വളരെ നന്നായിരിക്കുന്നു. ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹായിക്കുന്ന ഗോൾ എന്താണ്? എന്റെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സ്കില്ലുകൾ ഉപയോഗിച്ച് എന്റെ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിങ്ങിന്റെ ഭാഗമായ ചെറുകിട ബിസിനസ് സാരഥികൾക്ക് മൂല്യം നൽകുക. അതിലൂടെ അടുത്ത 90 ദിവസങ്ങൾ കൊണ്ട് $50,000 നേടുക. കൊള്ളാം ലിൻഡ. ഈ ലക്ഷ്യം നേടാൻ നിന്നെ നിർബന്ധിക്കുന്ന 3 കാരണങ്ങൾ എന്താണ്? അർജുന്റെ ശബ്ദം ഈ പ്രക്രിയയിലേക്ക് എന്നെ നയിക്കുന്ന മധുരമായ ഒരു തേൻമൊഴി പോലെ എനിക്ക് തോന്നി. ഈ ലക്ഷ്യം നേടാതെ ഇനിയും പരിഹസിക്കപ്പെട്ട് ഇതുപോലെ ജീവിക്കാൻ ഇനി വയ്യ. എനിക്ക് എന്റെ കടം വീട്ടുകയും 10 വർഷങ്ങൾ കൊണ്ട് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുകയും വേണം. ആയിരക്കണക്കിന് യുവ സംരംഭകർക്ക് ഒരു റോൾ മോഡൽ ആകണം എനിക്ക്. ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതായി സ്വയം സങ്കല്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. ഞാൻ ഒന്നുകൂടി നിവർന്നിരുന്നു. നന്നായിട്ടുണ്ട്. ഇനി 2 മിനിറ്റ് നേരം സോൾ ബ്രീത്തിങ് കൂടി ചെയ്യുക. ഞാൻ ലക്ഷ്യത്തിലെത്തിയതായി സങ്കല്പിച്ചുകൊണ്ടാണ് ബ്രീത്തിങ് വ്യായാമം ചെയ്തത്. ഞാനൊരു വലിയ സ്റ്റേജിന്റെ നടുവിൽ നിൽക്കുകയാണ്. ലോകത്തിലെ എല്ലാ വനിതകളെയും ശാക്തീകരിക്കുന്നതായും അപ്പോൾ അവരെന്നെ കൈയടിച്ചും ആർപ്പം വിളിച്ചും പ്രോത്സാഹിപ്പിക്കുന്നതായും ഞാൻ മനസ്സിൽ കണ്ടു. എന്റെ ബിസിനസ് സൊല്യൂഷൻസ് ഉപയോഗിച്ച് തങ്ങളുടെ ബിസിനസ് തുടങ്ങാൻ ഞാൻ അവരെ പ്രചോദിപ്പിച്ചു. എന്റെ കഥ കേട്ടപ്പോൾ ലോകം തന്നെ കീഴടക്കാനുള്ള ഊർജമാണ് അവർക്ക് കിട്ടിയത്. ദിവസവും നീ ചോദിക്കേണ്ട കുറച്ച് പവർ ക്വസ്റ്റ്യൻസിലൂടെ ഞാൻ നിന്നെ മുന്നോട്ട് നയിക്കാൻ പോവുകയാണ്, അർജുൻ പറഞ്ഞു. നീ അതിന്റെ ഉത്തരങ്ങൾ ഒന്നുകിൽ മനസ്സിൽ പറയാം, അല്ലെങ്കിൽ ഉറക്കെ പറയാം. നീ ജീവിതത്തിൽ എന്തിനോടാണ് കടപ്പെട്ടിരിക്കുന്നത്? ഈ അതിബുദ്ധിമാനായ അർജുൻ എന്ന മനുഷ്യൻ എന്റെ ആത്മഹത്യ ചെയ്യാനുള്ള പദ്ധതി നശിപ്പിച്ചുകൊണ്ട് എന്റെ ജീവിതത്തിലേക്ക് മെന്ററായി വന്നതിനെ ഞാൻ കടപ്പെട്ടിരിക്കുന്നു, ഞാൻ ഉറക്കെ പറഞ്ഞു. ഞാൻ ചിരിച്ചുകൊണ്ട് ഒരു കണ്ണ് തുറന്ന് അർജുനെ നോക്കി. താടിക്ക് കൈയും കുത്തി അദ്ദേഹം ചിരിക്കുന്നുണ്ടായിരുന്നു. ഇത്രയും കാലം ജീവിച്ചിട്ടും പഠിക്കാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ നന്ദിയുള്ളവളാണ്. അതുകൊണ്ടാണ് നിനക്കതിൽ കടപ്പാടുള്ളത്? അദ്ദേഹം ചോദിച്ചു. എന്റെ ബിസിനസ്സിലും മാനസികാവസ്ഥയിലും ഉയർച്ചയുണ്ടായതായി എനിക്ക് കാണാൻ കഴിയുന്നതിൽ എനിക്ക് കടപ്പാടുണ്ട്. അതെങ്ങനെയാണ് നിനക്ക് അനുഭവപ്പെടുന്നതെന്ന് സ്വയം ചോദിക്കുക. എനിക്ക് കൂടുതൽ പ്രതീക്ഷയും സന്തോഷവും തോന്നുന്നു. നിനക്ക് ആവേശം തോന്നുന്ന കാര്യം എന്താണ്? എന്റെ ബിസിനസ് അടുത്ത തലത്തിലേക്ക് വളർത്താൻ പോകുന്നതിൽ എനിക്ക് ആവേശമുണ്ട്. അതിൽ എന്തുകൊണ്ടാണ് നിനക്ക് ആവേശം തോന്നുന്നത്?
ഞാൻ ഒരുപാട് കാലമായി ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതുമായ സാമ്പത്തിക സ്വാതന്ത്ര്യം കിട്ടുന്നതിനായി. അത് നിനക്ക് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? ഓപ്ര വിൻഫ്രി ഓഡിയൻസിന് ഫ്രീ കാറുകൾ കൊടുക്കുന്നത് പോലെ. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അർജുനും ചിരിച്ചു. കൊള്ളാം. ഇനി ലക്ഷ്യം നേടുമ്പോൾ നിനക്ക് എന്തനുഭവപ്പെടുമെന്ന് ചിന്തിക്കുക. ഈ ലക്ഷ്യം നേടിക്കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും അത് ആഘോഷിക്കുന്നത്? അർജുൻ ചോദിച്ചു. ഞങ്ങളുടെ വിമാനത്തിന്റെ ചക്രങ്ങൾ നിലത്ത് തൊട്ടപ്പോൾ ക്യാബിൻ ചെറുതായൊന്ന് കുലുങ്ങി. ബ്രാഡ് പിറ്റിനൊപ്പം ഡിന്നർ കഴിക്കും. പിന്നെ എന്റെ പുതിയ ബിക്കിനിയും ഇട്ട് 2 ആഴ്ച കരീബിയനിലൂടെ ഒരു നീണ്ട ക്രൂസ്. ആർക്കും എന്നെ തടയാനാകില്ല. കൊള്ളാം. ആരുടെ കൂടെയാണ് നീ ആഘോഷിക്കാൻ പോകുന്നത്? അത് പിന്നെ ബ്രാഡ് പിറ്റിന് തിരക്കില്ലെങ്കിൽ അദ്ദേഹത്തിനൊപ്പം. പക്ഷെ അദ്ദേഹം മിക്കവാറും തിരക്കിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്റെ മാതാപിതാക്കളോടും എന്റെ കസിൻ വനീസയോടും പിന്നെ എന്റെ അടിപൊളി മെന്റർ അർജുന് തിരക്കില്ലെങ്കിൽ അദ്ദേഹത്തിനുമൊപ്പം. ഞാൻ ബ്രാഡ് പിറ്റിനോട് ചോദിക്കാം. അദ്ദേഹത്തിന് കരീബിയൻ ഇഷ്ടമാണ്. അർജുൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് നിനക്ക് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത് ലിൻഡ? വിമാനം റൺവേയിലൂടെ ഓടി നിന്നപ്പോൾ അർജുൻ ചോദിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. ഞാൻ ഏറെ ബഹുമാനിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്ന ഇന്ത്യക്കാരന് മുന്നിൽ ഞാൻ ചിരിച്ചുകൊണ്ട് കണ്ണുകൾ തുറന്നു. ഈ ലക്ഷ്യം നേടിക്കഴിയുമ്പോൾ നീ എങ്ങനെയായിരിക്കും വളർന്നിട്ടുണ്ടാവുക? ഞാൻ നെടുവീർപ്പിട്ടു. ചോദ്യങ്ങൾ ചോദിക്കുന്നത് അർജുൻ ഇഷ്ടമാണ്, തീർച്ച. ബിസിനസിനെയും ജീവിതത്തെയും കുറിച്ചുള്ള എന്റെ ആത്മവിശ്വാസവും ഉറപ്പും വളരും. ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ എന്റെ ഉപഭോക്താക്കൾക്ക് നൽകുന്നത് വഴി എന്റെ ഹൃദയം കൂടുതൽ വളരുന്നു. എന്റെ മികച്ച ഉൽപ്പന്നത്തിനും സേവനത്തിനും കൂടുതൽ പണം ഈടാക്കുന്നത് വഴി ഞാൻ സാമ്പത്തികമായി വളരാൻ പോകുന്നു. എന്റെ മേഖലയിലുള്ള ടെക്നോളജി സംരംഭകർക്കിടയിൽ ഞാനൊരു ഐക്കണായി വളരാൻ പോകുന്നു. ഇതെങ്ങനെയുണ്ട്? സൂപ്പർ. ആരുടെ കൂടെയാണ് നീ വളരാൻ പോകുന്നത്? അത് നിനക്ക് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? അർജുന്റെയും എന്റെ കുടുംബത്തിന്റെയും ഒപ്പമാണ് ഞാൻ വളരാൻ പോകുന്നത്. ഞാൻ ആവേശം മൂത്ത് ഉച്ചത്തിൽ പറഞ്ഞു. ഞാൻ എന്നെപ്പോലെ സ്വപ്നം കാണുന്ന എന്റെ സൂപ്പർ ട്രൈബിനൊപ്പമാണ് വളരാൻ പോകുന്നത്. അതെനിക്ക് കൂടുതൽ ആവേശം പകരുന്നു. ഞാൻ സന്തോഷം കൊണ്ട് എന്റെ കൈകൾ മുകളിലേക്ക് ഉയർത്തി. ഇനി അവസാനത്തെ ചോദ്യം. നീ ലക്ഷ്യത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ എങ്ങനെയാണ് നിന്റെ നേട്ടത്തിന്റെ ഒരു പങ്ക് തിരിച്ചു നൽകുന്നത്? നീ ആർക്കാണ് തിരിച്ചു നൽകുന്നത്? അദ്ദേഹം ശാന്തമായി ചോദിച്ചു. ഞാൻ കണ്ണുകൾ അടച്ചുകൊണ്ട് അത് സങ്കല്പിച്ചു. എനിക്ക് സാമ്പത്തികമായി ലഭിക്കുന്നതിനേക്കാൾ 10 ഇരട്ടി മൂല്യം ഞാൻ എൻ്റെ ഉപഭോക്താക്കൾക്ക് തിരിച്ചു നൽകും. അതിൽ നിന്ന് ഞാൻ എൻ്റെ ആരാധകരെ സൃഷ്ടിക്കും. വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കാനായി ഞാൻ $1000 ചിലവഴിക്കും. ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന 100 കുട്ടികൾക്കെങ്കിലും ആഹാരവും വിദ്യാഭ്യാസവും കൊടുക്കും. അത് വളരെ വ്യക്തമായ ലക്ഷ്യമാണ്. അത് നിനക്ക് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? ഒരു ഫിനാൻഷ്യൽ റോക്ക് സ്റ്റാറിനെ പോലെ ഇതെനിക്ക് കൂടുതൽ പ്രാധാന്യം തരും. എനിക്ക് എന്നെ ഓർത്ത് കൂടുതൽ അഭിമാനം തോന്നും. വളരെ നന്നായിരിക്കുന്നു. വിജയിയെ പോലെ ഭാവനയിൽ നടക്കുക. നിന്റെ ജീവിതത്തിൽ ലഭിച്ച 3 നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഈ ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കുന്ന നീ വിശ്വസിക്കുന്ന ദൈവത്തിന് അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിക്ക് നന്ദി പറയുക. ജീവിതത്തിലെ സന്തോഷവും ആവേശവും അനുഭവിക്കുക. എന്തുകൊണ്ടെന്നാൽ നീ ലക്ഷ്യങ്ങൾ നേടിക്കഴിഞ്ഞു. ആഘോഷത്തെക്കുറിച്ച്, വളർച്ചയെക്കുറിച്ച്, നീ സഹകരിക്കുന്ന ആളുകൾക്ക് എല്ലാം നൽകുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. ഓരോ ലക്ഷ്യവും നേടേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ ഉള്ളിലെ ആന്തരിക സുരക്ഷിതത്വം അനുഭവിക്കുക. ഈ ലക്ഷ്യങ്ങൾ നേടുന്നത് വഴി അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ശരീരത്തിലെ ഓരോ കോശങ്ങളിലും അനുഭവിക്കുക. അടുത്ത 30 ദിവസവും 7 മിനിറ്റ് നേരം ഇത് ചെയ്യുമെന്ന് നിന്നോട് തന്നെ വാഗ്ദാനം ചെയ്യുക. അത് വളരെ എളുപ്പമാണ്. എനിക്ക് ഉറപ്പുണ്ട് നീ പവർ സെറിമണി സ്ഥിരമായി ചെയ്യുമെന്ന്. ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു ലിൻഡ. ഇനി അടുത്തതായി ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് നീ നിന്നോട് ചോദിക്കുക. നീ ലക്ഷ്യം നേടാനായി നീ എടുക്കേണ്ട ഒരു ഇന്റലിജന്റ് ആക്ഷൻ എന്താണ്? ഞാൻ എന്റെ പഴയ ഉപഭോക്താക്കളെ വിളിച്ച് അവരുമായുള്ള പഴയ ബന്ധം വീണ്ടെടുക്കും. എങ്കിൽ എനിക്ക് എന്റെ പുതിയ ആശയങ്ങൾ കൊണ്ട് അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകാൻ കഴിയും. നീ വിളിക്കുമ്പോൾ നിന്റെ ഉപഭോക്താക്കൾ എന്തായിരിക്കും പറയുന്നത്? അവരെന്നെ നിരസിക്കുമായിരിക്കും. പക്ഷെ എനിക്ക് അവഗണന തോന്നാതിരിക്കാനുള്ള പുതിയ റെസിപ്പി ഉണ്ട്, ഞാൻ പറഞ്ഞു. ഞാൻ വിൽപ്പനയുടെ പുതിയ നിയമങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യും. അത് രസകരമായിരിക്കും. നീ ഇത് രസകരമാക്കാൻ പോവുകയാണല്ലേ ലിൻഡ?
തന്റെ സീറ്റ് ബെൽറ്റ് ഊരിക്കൊണ്ട് എഴുന്നേറ്റ് നിന്ന് അർജുൻ പറഞ്ഞു. അതെ, തീർച്ചയായും. ഒരു പുതിയ വസ്ത്രമിട്ടാൽ നിങ്ങൾക്കൊരു പുതുമ തോന്നില്ലേ? അതുപോലെ പുതിയ വീക്ഷണത്തോടെ എല്ലാറ്റിനെയും നോക്കുമ്പോൾ കാര്യങ്ങൾ വ്യത്യസ്തമാകുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് ചാർലിയെ നഷ്ടപ്പെടില്ലായിരുന്നു. പക്ഷെ ആ വൃത്തികെട്ടവനെ കുറിച്ച് ഞാൻ എന്തിനോർക്കുന്നു? അവൻ പോയത് നന്നായി. കാരണം അവൻ ഒരിക്കലും എന്റെ ഈ പുതിയ മനോഭാവവുമായി ചേരുന്നയാളല്ല. പുതിയ ലിൻഡയ്ക്ക് ഒരിക്കലും ചാർലിയെ പോലെ ഒരു പരാജിതനുമായി ജീവിക്കാനാകില്ല. അവനോടൊപ്പം ജീവിച്ച് ഇത്രയും കാലം നഷ്ടപ്പെടുത്തിയതിൽ തന്നെ വിഷമം തോന്നുന്നു. എനിക്കിപ്പോൾ ചെയ്യാനുള്ളത് അർജുൻ പറഞ്ഞതുപോലെ ഒരു പ്രാഗ്മാറ്റിക് ഒപ്റ്റിമിസ്റ്റായി പ്രശ്നങ്ങളെ കാണുക, അവയെ അംഗീകരിക്കുക, അവ പരിഹരിക്കുക. ഇതാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും. അതിൽ നിന്ന് എന്നെ തടയാൻ ഒന്നിനും പറ്റില്ല. ഒരുവന് ഏത് തുറമുഖത്തേക്കാണ് പോകേണ്ടത് എന്നറിയില്ലെങ്കിൽ ഏത് ദിശയിൽ നിന്ന് വീശുന്ന കാറ്റും അയാൾക്ക് അനുകൂലമായിരിക്കില്ല. ലൂസിയസ് അനാവോസ് സെനേക്ക.